വെൽക്കം ബാക്ക്. തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. ഏറെ നാടകീയമായ രംഗങ്ങളാണ് അവിടെ നടക്കുന്നത്. സുഗതന് അവധി നൽകിയതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം വലിയ പ്രതിഷേധം കാഴ്ചവെക്കുന്നു. TV പ്രസാദ് ചേരുകയാണ് കൂടുതൽ വിശദാംശങ്ങളുമായി. പ്രസാദ്, പൗണ്ട് കടവ് വാർഡ് കൗൺസിലർ സുധീഷ് മലക്കം മറിഞ്ഞതിൽ കോർപ്പറേഷൻ അങ്ങനെ BJPയുടെ കയ്യിൽ തന്നെ ഭദ്രമായിരിക്കുന്നു. ഉറപ്പായും റോഷ്നി, അത് തന്നെയാണ്. അപ്രതീക്ഷിതമായ നീക്കമാണ്, നാടകീയ നീക്കമാണ് ഇത്. ഇങ്ങനൊരു സംഭവം ഉണ്ടാകും എന്നുള്ളത് ആരും കണ്ടിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ BJPക്ക് പ്രത്യേകിച്ച് മേയർ VV രാജേഷിനുണ്ടായ ആത്മവിശ്വാസത്തിൻ്റെ ഉത്തരമാണ് ഇന്നിപ്പോൾ കൗൺസിൽ യോഗത്തിൽ കണ്ടത് എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് നടന്ന് ജയിച്ച ഘട്ടത്തിൽ ആ സമയത്ത് സുധീഷിനോട് BJPയും CPIM-ഉം കോൺഗ്രസും എല്ലാവരും സംസാരിച്ചതാണ് അവരുടെ ഭാഗമായി നിൽക്കുന്നതിന് വേണ്ടി. പക്ഷെ ആ സമയത്തെല്ലാം സ്വതന്ത്ര നിലപാടായിരുന്നു സുധീഷ് സ്വീകരിച്ചിരുന്നത് എങ്കിൽ BJPക്ക് ഏറ്റവും നിർണായകമായ ഒരു ദിവസത്തിൽ BJPക്ക് പിന്തുണ കൊടുത്തിരിക്കുന്നു സുധീഷ് എന്നുള്ളതാണ്. പൗണ്ട് കടവിലെ സ്വതന്ത്രനായിട്ടാണ് മത്സരിച്ചത്. നേരത്തെ യൂത്ത് കോൺഗ്രസിൻ്റെയും കോൺഗ്രസിൻ്റെ എല്ലാം പ്രവർത്തകനായിരുന്നു സുധീഷ്. ആ സുധീഷാണ് വളരെ പെട്ടെന്ന് ആരും പ്രതീക്ഷിക്കാത്ത ഒരു ഘട്ടത്തിൽ പിന്തുണ BJPക്ക് കൊടുത്തിരിക്കുന്നത്. അതിൽ സുധീഷിൻ്റെ പ്രതികരണം നമ്മൾ തേടിയിരുന്നു. ആ പിന്തുണ അത് BJPക്കല്ല എന്നുള്ളതാണ് സുധീഷ് പറയുന്നത്. കൗൺസിൽ യോഗം നല്ല രീതിയിൽ നടക്കേണ്ടതുണ്ട്, അതുകൊണ്ട് തൻ്റെ പിന്തുണ അത് സുഗതനാണ്. സുഗതൻ്റെ പേരിൽ എന്തിനാണ് ഈ ബഹളം എന്നുള്ളതാണ് പ്രധാനമായും സുധീഷ് ചോദിക്കുന്നത്. പക്ഷേ ഇതിൽ ഒരു കാര്യം വ്യക്തമാകുന്നു, BJP രണ്ട് സ്വതന്ത്രരെയും കൈക്കലാക്കിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. നമുക്ക് നേരത്തെ അറിയാവുന്നതുപോലെ 50-ഉം അതുപോലെ 49-ഉമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നതെങ്കിൽ ഒരിടത്തും ചട്ടത്തിൽ ഈ വിഷയം പറയുന്നില്ല. അയോഗ്യനാക്കാനുള്ള ധാരാളം പ്രീസിഡൻസുകളുണ്ട്. അപ്പോൾ ഇത് പഠിച്ചുകൊണ്ട് ഓക്കെ, ഞാൻ ഇതിനകത്ത് വകുപ്പിൽ എവിടെയാണ് ഈ അവധി എന്ന് പറയുന്നത്, ഔട്ട് ഓഫ് ഇൻട്രസ്റ്റ് അറിയാൻ വേണ്ടി വകുപ്പിൽ എവിടെയാണ് അവധി എന്നുള്ളത് ഞാൻ ഒരു വിഷയമേ പറയുന്നില്ല. അവധി എന്നുള്ളത് അതിന് ഹെൽപ്പ് കൊടുക്കുന്ന അവരൊരു ഇപ്പം ഒരു ആരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൽ പരീക്ഷ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ പ്രഗ്നൻ്റ് ആവുകയാണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു പ്രത്യേക സമയത്ത് കൊടുക്കുന്നൊരു സഹായമാണ്. അതൊരിക്കലും ഒരു പ്രീസിഡൻസ് ആവാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നാളെ ഇവിടെ കൊലക്കേസ് പ്രതികളും ഒക്കെ ആൾക്കാർ വന്നിട്ട് ജനങ്ങളുടെ ആവശ്യം എന്തോ ഇത് പരിശോധിച്ചിട്ട് ഓക്കെ ശരി. മറ്റേ എനിക്കൊന്ന് അയച്ചു തരണം പറഞ്ഞ സാധനം ഇപ്പം അയച്ചോ. അത് കഴിഞ്ഞു. ഞാൻ പറഞ്ഞിട്ട് ഹോം മിനിസ്റ്റർ എന്തോ പറഞ്ഞെന്ന് സാധനം അത് കിട്ടിയാൽ സർക്കിൾ കിട്ടിയത്. ഹോം മിനിസ്റ്റർ എന്തോ അതൊന്ന് അയച്ചു തരുന്നത് അതൊന്ന് കാണിക്കും. എനിക്ക് വായിച്ചോക്കാൻ. അപ്പോൾ അതിൻ്റെ ഇവിടെ പറയാം. തെക്ക് പഞ്ചായത്തിൻ്റെ ഒരു വിഷയത്തിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വരുന്ന വിഷയത്തിൽ ഇലക്ഷൻ കമ്മീഷൻ അത് ഡിസ്ക്വാളിഫൈഡ് ചെയ്തു. സാർ ഒരു മിനിറ്റ്, ഇക്കാര്യത്തിൽ ഇപ്പോൾ പരാതി നൽകിയിരിക്കുകയാണ്. എന്താണ് മുനിസിപ്പൽ ചട്ടത്തിൽ പറയുന്നത്? ഇത്തരത്തിൽ ജയിലിൽ കിടക്കുന്ന ഒരാൾക്ക് ഇത്തരത്തിൽ ഒരു അപേക്ഷ നൽകാനോ അത് അംഗീകരിക്കാനോ കൗൺസിലിന് അധികാരമുണ്ടോ? അതാണ് ഇപ്പോൾ ചലഞ്ച് ചെയ്തിരിക്കുന്നത്. അത് ഒരു കൗൺസിലർക്ക് അവധി അനുവദിക്കുന്നത് കൗൺസിലാണ് അവധി അനുവദിക്കേണ്ടത്. അപ്പോൾ അതിനെ സംബന്ധിച്ച് ഇപ്പോൾ കൗൺസിലർ ശ്രീ ശബരിനാഥ് ഒരാക്ഷേപം ഉന്നയിച്ചുകൊണ്ട് കത്ത് തന്നിട്ടുണ്ട്. അതിൻ്റെ നിയമവശങ്ങൾ പരിശോധിച്ചതിന് ശേഷം അതിന്റെ മറുപടി നൽകുന്നതാണ്. താങ്കൾ സെക്രട്ടറി ആണല്ലോ. ഇത്തരത്തിലൊരു ജയിലിൽ കിടക്കുന്ന ഒരു കൗൺസിലർക്ക് ഇത്തരത്തിൽ അവധി അപേക്ഷ നൽകാനോ അത് അംഗീകരിക്കാനോ ചട്ടത്തിൽ എന്താണ് പറയുന്നത്? ചട്ടം അനുവദിക്കുന്നുണ്ടോ? ഈ ഒരു ജയിലിൽ കിടക്കുന്ന ഒരു തടവ് പുള്ളിക്ക് ഇത്തരത്തിൽ അവധി അനുവദിക്കാൻ ചട്ടത്തിൽ പറയുന്നുണ്ടോ? ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളത്, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ 2182/48/2024 നമ്പർ കേസിൽ ആലപ്പുഴ ജില്ലയിലെ സെക്രട്ടറിക്ക് പരാതി നൽകിയിരിക്കുകയാണ് പ്രതിപക്ഷം. സുഗതന് അവധി നൽകിയത് ചട്ടവിരുദ്ധമായാണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സെക്രട്ടറിക്ക് പരാതി കൈമാറിയിരിക്കുന്നു. അവധി നൽകാൻ മുനിസിപ്പൽ ആക്ട് പ്രകാരം കഴിയില്ല എന്നുള്ളതാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. കൗൺസിലർ സമാനമായ വിഷയത്തിൽ അദ്ദേഹം ജയിലിലാണ്. ആ വിഷയത്തിൽ 12 ജൂണിൽ ഇപ്പൊ ബഹുമാനപ്പെട്ട സെക്രട്ടറി ഒരു
ഒരു സൈറ്റ് ചെയ്യാണല്ലോ. ഞാൻ അതിനെ ഖണ്ഡിക്കാൻ വേണ്ടി വേറെ സൈറ്റ് ചെയ്യാണ്. 12/6 പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ സമാനമായ വിഷയത്തിൽ ഒരു പ്രതിപക്ഷ കൗൺസിലർ ജയിലിലായപ്പോൾ അതിൽ അവിടുത്തെ സെക്രട്ടറി കൊടുത്തേക്കുന്ന കത്താണ്. പാലക്കാട് നഗരസഭയിലെ വാർഡിലെ കൗൺസിലറായ താങ്കൾ സൂചന 1 പ്രകാരം നൽകിയ അവധി സൂചന നിരസിച്ചിട്ടുള്ളതാണെങ്കിലും തുടർച്ചയായ 3 മാസക്കാലവും 3 കൗൺസിലും ഹാജരാകാത്തത് കാരണം കേരള മുനിസിപ്പാലിറ്റി ആക്ട് 91K പ്രകാരം താങ്കൾക്ക് അയോഗ്യത സംഭവിച്ചിട്ടുണ്ടെന്ന് അറിയിക്കുന്നു. അപ്പോൾ അദ്ദേഹം 2024 ആലപ്പുഴത്തെ വിധി പറയുകയാണെങ്കിൽ ഞാൻ 2026 പാലക്കാട് മുനിസിപ്പാലിറ്റി, അത് പഞ്ചായത്ത് ആക്ടാണ്. ഞാൻ കൂടുതൽ കറണ്ടായിട്ടുള്ള മുനിസിപ്പൽ ആക്ട് പ്രകാരമുള്ള കഴിഞ്ഞ മാസത്ത് കൂടുതൽ ഇൻവോഗായിട്ടുള്ള കാര്യം ഞാൻ അങ്ങ് വാട്സാപ്പ് അയച്ചു തരാം. അപ്പം അങ്ങ് പുന്നപ്രയുടെ കാര്യം പറയുമ്പം പാലക്കാട് മുനിസിപ്പാലിറ്റിയും കൂടെ പഠിക്കണം. അത് മുനിസിപ്പാലിറ്റി ആക്ടാണ്, അത് LSDD ആക്ട് ആണല്ലോ, ആക്ടും വേറെയാണ്. സാർ, എന്താണ് ഇപ്പോൾ നിയമപരമായിട്ടുള്ള ചട്ടം എന്താണ് പറയുന്നത്? താങ്കൾ പരിശീലിച്ചാൽ ഉത്തരവ് അതേപോലെ ചട്ടം ഇപ്പുറത്തുണ്ട്, അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കൗൺസിലർക്ക് അവധി അനുവദിക്കേണ്ടത് കൗൺസിലർ തന്നെയാണ്. അതുപോലെ തന്നെ നിലവിൽ ഈ വിഷയത്തിൽ സമാനമായൊരു കേസിൽ പുന്നപ്ര തെക്ക് ഗ്രാമപഞ്ചായത്തിലെ 12ാം വാർഡ് കൗൺസിലർ ശ്രീ സുൽഫിക്കർ അദ്ദേഹം ജുഡീഷ്യൽ കസ്റ്റഡിയിലായിരുന്ന സമയത്ത് അദ്ദേഹത്തിന് 3 കമ്മിറ്റിയിൽ പങ്കെടുക്കാത്തതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ കൗൺസിലർഷിപ്പ് മെമ്പർഷിപ്പ് ഗ്രാമപഞ്ചായത്ത് റദ്ദാക്കുകയും അത് ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിക്കുകയും ചെയ്തു. അതിനെതിരെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ അദ്ദേഹം അന്യായം കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി താഴെ പറയുന്ന നിരീക്ഷണങ്ങളിൽ അത് റദ്ദ് ചെയ്യാനാണ് ഉണ്ടായത്. 1900 ജുഡീഷ്യൽ കസ്റ്റഡി കാരണം യോഗങ്ങളിൽ പങ്കെടുക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിലും അതിനായി ശ്രമിച്ചിട്ടുള്ള സാഹചര്യത്തിലും ഒരു ജനപ്രതിനിധിക്ക് സ്ഥിരമായി പദവി നഷ്ടപ്പെടാൻ പാടില്ലെന്ന് നിരീക്ഷിച്ച കോടതി അദ്ദേഹത്തിന്റെ വാർഡ് അംഗത്വം നിലനിൽക്കുന്നതാണെന്ന് വ്യക്തമാക്കുകയും അത് പുനഃസ്ഥാപിച്ച് നൽകുകയും ചെയ്തു. ഈ കോടതി ഉത്തരവ് ജൂലൈ 3, 2024 ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ 182/48/2024 നമ്പർ കേസിലാണ് ഈ ഒരു വിധി വന്നത്. എന്തായാലും ഇപ്പോൾ ബഹുമാനപ്പെട്ട കൗൺസിലർ ശ്രീ ശബരിനാഥ് 2 ആക്ഷേപം ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നിട്ടുണ്ട്. ഒന്നുകൂടി ഇതിന്റെ നിയമവശങ്ങൾ പരിശോധിച്ചതിന് ശേഷം സെക്രട്ടറി എന്ന നിലയിലുള്ള നടപടി സ്വീകരിക്കുന്നതായിരിക്കും. ജയിലിൽ പോയ കേസിലായിരുന്നു അവധി അനുവദിച്ചത്. അതും ഇതേ കേസ് തന്നെയാണ്. ജുഡീഷ്യൽ കസ്റ്റഡി ആയിരുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് മെമ്പർഷിപ്പ് നഷ്ടമായത്. അതിനെതിരെ അപ്പോൾ ഇതിന് എന്തായാലും ബഹുമാനപ്പെട്ട കൗൺസിലറുടെ ഒരു ആക്ഷേപം പരിശോധിക്കുകയും നിയമപരമായ അഡ്വൈസ് ലഭിച്ചതിന് ശേഷം നഗരസഭ താങ്കൾ പറയുന്നത് നിലവിലെ ചട്ടപ്രകാരം ഈ അപേക്ഷ പരിഗണിച്ചതും അത് അനുവദിച്ചതിലും തെറ്റില്ല എന്നാണ് താങ്കൾ പറയുന്നത്. ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ കൗൺസിലിന് തീരുമാനിക്കാം അവധി കൊടുക്കുന്നത് സംബന്ധിച്ച്. അപ്പോൾ എൻ്റെ ഒരു ഫൈൻഡിംഗ് ഇതാണ്. എന്തായാലും ആക്ഷേപം വന്ന സ്ഥിതിക്ക് ഒന്നുകൂടെ സെക്രട്ടറി എന്ന നിലയിലുള്ള എന്റെ ഒരു പരിശോധന നടത്തിയതിനു ശേഷം ഇത് കൗൺസിൽ പാസ്സായിട്ടുണ്ട്. അവധി ഇന്നത്തെ കൗൺസിലിൽ അത് പാസ്സായതായിട്ടാണ് മേയർ പറഞ്ഞ സ്ഥിതിക്ക് അത് പാസ്സായിട്ടുണ്ട്. നമുക്കൊരു വിഷയം പറയാനുള്ളൂ. അദ്ദേഹത്തിന് ലീഗൽ സ്റ്റാൻഡ് പറഞ്ഞു, ഫെയർ എനഫ്. അദ്ദേഹം കേരള പഞ്ചായത്ത് ആക്ടിന്റെ സെക്ഷൻ 35K വെച്ചുള്ള ഒരു കാര്യമാണ് പറഞ്ഞത് ആലപ്പുഴയിലെ. അതിനേക്കാളും കൂടുതൽ സമാനമായിട്ടുള്ള കേരള മുനിസിപ്പൽ ചട്ടത്തിൽ കഴിഞ്ഞ മാസം പാലക്കാട് മുനിസിപ്പാലിറ്റിയിലുള്ള ഒരു പ്രതിപക്ഷ കൗൺസിലറെ ഇതുപോലെ അദ്ദേഹത്തിന്റെ അംഗത്വം റദ്ദാക്കാനുള്ള തീരുമാനം BJP മുനിസിപ്പാലിറ്റി എടുത്തു. അപ്പൊ ആദ്യമേ എനിക്ക് പറയേണ്ടത് എനിക്ക് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരോട് പറയാനുള്ള കാര്യം, ഈ കൗൺസിലിലോ ആക്ടോ ഒരിടത്തും ഈ തൊള്ള കീറി ശബ്ദ വോട്ടോടെ കൗൺസിലിൽ അവധി കൊടുക്കാൻ പറ്റുന്ന നിയമമൊന്നുമില്ല. ഞാൻ ഇപ്പോഴും പറയുന്നു, ഇതിനകത്ത് അദ്ദേഹത്തെ വിയോജിപ്പുണ്ടാവും. ഈ ലീവ് ഇതുപോലത്തെ കാര്യങ്ങൾ കൂടെ കഴിയത്തില്ല. നാളെ കാപ്പ കേസ് പ്രതിക്ക് നിങ്ങൾ 6 മാസം ലീവ് കൊടുക്കുകയാണെങ്കിൽ ഇനി കൊലപാതക പ്രതിയും ഈ പറഞ്ഞ ഈ കൗൺസിലിൽ ഇരിക്കേണ്ടി വരും. ഒന്നാലോചിച്ചേക്ക്, ഒരു കൊലപാതകം ചെയ്തിട്ട് ഒരു കൗൺസിലർ പോയി ചെയ്തിട്ട് പിന്നെ അവരെ ന്യായീകരിക്കുമല്ലോ. ഇന്ന് മേയർ പറഞ്ഞത് ശബ്ദ വോട്ടൊന്നൊരു കാര്യമില്ല. ലീവിന് കൈപൊക്കി പാസ്സാക്കാവുന്ന നിയമവശമൊന്നുമില്ല. അപ്പം ഞാൻ പറയുന്നത് അദ്ദേഹം പഠിക്കട്ടെ, പക്ഷേ സ്ട്രോങ് ആയിട്ട് ഇതിന് തിരിച്ചും മറിച്ചുമുള്ള കേസുകളുണ്ട്.